ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കുവൈറ്റിൽ വിദേശികൾക്ക് കുടുംബ വിസ നൽകുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഉടൻ തന്നെ പിൻവലിക്കുമെന്ന് സൂചന. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബാഖ് തനിക്ക് ഉറപ്പു തന്നതായി ദേശീയ അസംബ്ലിയിലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ MP അബ്ദുൽ വഹാബ് അൽ ഇസ പറഞ്ഞു. 2021 ജൂൺ മാസത്തിലാണ് വിദേശികൾക്ക് കുടുംബ വിസ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതിനുശേഷം ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക അനുമതി പ്രകാരം ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമാണ് കുടുംബ വിസ അനുവദിക്കുന്നത്. സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കെത്തി ഹുറൂബ് കേസിൽപ്പെട്ട 3000-ലേറെ ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഈ വർഷം സൗകര്യമൊരുക്കിയതായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ഇഖാമയുടെ കാലാവധി തീർന്ന 2900 ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സൗകര്യവും ഒരുക്കി. അടുത്ത ഹജ്ജിന് 1.25 ലക്ഷമായിരിക്കും ഇന്ത്യയുടെ ഹജ്ജ് ക്വാട്ടയെന്നും കോൺസുലേറ്റ് അറിയിച്ചു. ഈ വർഷം ഇതുവരെ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് പരിധിയിൽപ്പെട്ട 300ഓളം ഇന്ത്യക്കാരുടെ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കോൺസുലേറ്റ് ഇടപെട്ട് പരിഹാരം കണ്ടെത്തിയതായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ വെൽഫെയർ ആൻഡ് പ്രസ് ഇൻഫർമേഷൻ കോൺസൽ മുഹമ്മദ് ഹാഷിം പറഞ്ഞു. ഹുറൂബ് കേസിൽപ്പെട്ട 3092 ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സൗകര്യമൊരുക്കി. ഇഖാമയുടെ കാലാവധി തീർന്ന 2900ഓളം ഇന്ത്യക്കാർക്ക് ഫൈനൽ എക്സിറ്റ് ലഭ്യമാക്കിയതായും മുഹമ്മദ് ഹാഷിം പറഞ്ഞു. ജിദ്ദയിൽ മാധ്യമപ്രവർത്തകർക്കായി കോൺസുലേറ്റ് ഒരുക്കിയ അത്താഴ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന 400ഓളം ഇന്ത്യക്കാരുമായി ഓൺലൈൻ വഴി കോൺസുലേറ്റ് പ്രതിനിധികൾ സംസാരിച്ച് ആവശ്യമായ സഹായങ്ങൾ നൽകി. കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും 15 ലക്ഷത്തോളം രൂപയുടെ സഹായം നൽകി. 1200ഓളം ഇന്ത്യക്കാരാണ് കോൺസുലേറ്റ് പരിധിയിൽ ഈ വർഷം മരണമടഞ്ഞത്. ഇതിൽ 219 മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനും 981 മൃതദേഹങ്ങൾ സൗദിയിൽ തന്നെ സംസ്കരിക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചു. മരിച്ചവർക്ക് നഷ്ടപരിഹാരമായി 5 കോടിയിലേറെ രൂപയും ശമ്പള കുടിശ്ശികയും മറ്റുമായി 2 കോടിയിലേറെ രൂപയും കോൺസുലേറ്റ് ഇടപെട്ട് ലഭ്യമാക്കി. തടവിൽ കഴിയുന്ന ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി 25 തവണ ജയിൽ സന്ദർശനം നടത്തി. ജയിലുകളിലുള്ള ഇന്ത്യക്കാരെ നാട്ടിലയക്കാൻ ജനുവരി മുതൽ നവംബർ വരെ 1404 ജനറൽ എമർജൻസി സർട്ടിഫിക്കറ്റുകളും 2554 എമർജൻസി സർട്ടിഫിക്കറ്റുകളും ഇഷ്യൂ ചെയ്തു. ജനുവരി 19 ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ ഹജ്ജ് കോട്ട അടുത്ത ഹജ്ജിനും 1,75,025 ആയിരിക്കുമെന്നും മുഹമ്മദ് ഹാഷിം പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി ദുബായ് മുനിസിപ്പാലിറ്റി. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ബ്രെയിലി ഹാൻഡ് റെയിൽ സ്ഥാപിച്ചതാണ് നേട്ടമായത്. ദുബായ് ഫ്രെയിമിലാണ് ഹാൻഡ് റെയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നഗരത്തിലെ വിവിധയിടങ്ങളിൽ അംഗപരിമിതർക്ക് സൗകര്യങ്ങൾ ഒരുക്കി നേരത്തെ മുനിസിപ്പാലിറ്റി മാതൃക കാണിച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള സന്ദർശകരുടെ മനം കവരുന്ന ദുബായിലെ അത്ഭുത നിർമ്മിതിയാണ് ദുബായ് ഫ്രെയിം. പഴയ ദുബായിയുടെയും പുതിയ ദുബായിയുടെയും കാഴ്ചകൾ ഒരേ സമയം കാണാനുള്ള അവസരമൊരുക്കുന്ന ദുബായ് ഫ്രെയിമിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും എത്താറുള്ളത്. ഇപ്പോഴിതാ വീണ്ടും ഒരു നേട്ടം കരസ്ഥമാക്കി വ്യത്യസ്തമാവുകയാണ് ഈ ദുബായ് ഫ്രെയിം. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രെയിലി ഹാൻഡ് റെയിൽ എന്ന നേട്ടമാണ് ഫ്രെയിമിനെ തേടിയെത്തിയിരിക്കുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റിയാണ് ദുബായ് ഫ്രെയിമിൽ ഇത്തരത്തിൽ വലിയ ഹാൻഡ് റെയിൽ സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. 319 മീറ്ററും 11 സെന്റിമീറ്ററും നീളത്തിലുള്ള റെയിലുകളാണ് മുനിസിപ്പാലിറ്റി നിർമ്മിച്ചത്. നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്ക് മികച്ച ജീവിതം സാധ്യമാക്കുക എന്ന നിലപാടിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ദാവൂദ് അൽ ഹജ്രി പറഞ്ഞു. നിശ്ചയദാർഢ്യ വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി നേരത്തെയും ദുബായ് നിരവധി പരിപാടികൾ ആവിഷ്കരിച്ച് വ്യത്യസ്തമാകാറുണ്ട്. കെട്ടിടങ്ങളിലും ബീച്ചുകളിലും ഉൾപ്പെടെ നിശ്ചയദാർഢ്യ വിഭാഗക്കാർക്കായി നിരവധി സൗകര്യങ്ങളാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇതിനോടകം ഒരുക്കിയിട്ടുള്ളത്. 24 ദുബായ്. കുവൈറ്റിൽ മരിച്ചവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തി. മാസങ്ങൾക്ക് മുമ്പ് മരിച്ച ഇടപാടുകാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതായാണ് കണ്ടെത്തൽ. പരേതരുടെ അനന്തരാവകാശികൾ സംശയത്തെ തുടർന്ന് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് കണ്ടെത്താനായത്. ശമ്പളമായും പെൻഷൻ വകയിലും ബാങ്കുകളിലെത്തുന്ന പണം ഒരാൾ മരിക്കുന്നതോടെ നിർത്തലാക്കും. എന്നാൽ കുടുംബക്കാർ കൃത്യമായി മരണവിവരം ബാങ്കുകളെ അറിയിക്കാതിരിക്കുന്നത് അക്കൗണ്ട് തുടരാനും അതുവഴി ഇടപാടുകൾ നടത്താനും വഴിയൊരുക്കുന്നുണ്ട്. സൗദിയിലെ അസീറിൽ പ്രവർത്തിക്കുന്ന ലെന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറിയിൽ എല്ലാ വിഷയങ്ങൾക്കും അംഗീകാരമുള്ള മേഖലയിലെ ഏക വിദ്യാലയമാണ് ലെന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂൾ. സൗദിയിലെ അസീർ മേഖലയിൽ കഴിഞ്ഞ 17 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ലെന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂളിന് ഈ വർഷമാണ് 11-12 ക്ലാസുകൾക്കുള്ള അഫിലിയേഷൻ ലഭിച്ചത്.
സ്കൂളിന്റെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറിയിൽ സയൻസിന് പുറമെ കൊമേഴ്സിന് കൂടി അംഗീകാരമുള്ള മേഖലയിലെ ഏക വിദ്യാലയമാണ് ലെന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂളെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ സിജു എസ് ഭാസ്കർ പറഞ്ഞു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 12ാം തലം വരെ കൊമേഴ്സും സയൻസും സബ്ജക്റ്റുകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്ന ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ലെന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂൾ. സയൻസ് സബ്ജക്റ്റുകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോ കോമ്പിനേഷനും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കോമ്പിനേഷനും കൊമേഴ്സിൽ എല്ലാവിധ സബ്ജക്റ്റുകളും കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ചെയർമാൻ ശ്രീ അബ്ദുള്ള അലി ഷഹറാനിയുടെ മാർഗനിർദ്ദേശങ്ങളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അസീർ മേഖലയിലെ ശ്രീ അഷറഫ് കുറ്റിച്ചലിന്റെ സഹകരണത്തോടൊപ്പമാണ് ഇത് സാധ്യമാക്കാൻ സാധിക്കുന്നത്. +2 കൊമേഴ്സിന് സൗകര്യം ലഭിക്കുന്നതോടെ അസീർ മേഖലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ തന്നെ പഠനം തുടരാനുള്ള കൂടുതൽ അവസരം ലഭിക്കുകയാണെന്നും പ്രിൻസിപ്പാൾ സൂചിപ്പിച്ചു. ആർട്സ് ആൻഡ് സയൻസ് എക്സിബിഷനിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ കോൺസുൽ ജനറൽ ആദരിച്ചു. പുതിയ മാനേജ്മെന്റിന് കീഴിൽ വിപുലമായ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന സ്കൂളിന് 11-12 ക്ലാസുകൾക്കുള്ള അംഗീകാരം ലഭിച്ചത് കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം, കോൺസുലേറ്റ് സാമൂഹ്യക്ഷേമ വിഭാഗം അംഗം അഷ്റഫ് കുറ്റിച്ചൽ എന്നിവരുടെ ശ്രമഫലമായാണ്. സ്വന്തം കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. ക്രിസ്മസ് പുതുവത്സര രാവുകളെ ആഘോഷമാക്കാനൊരുങ്ങി ദുബായ് ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജിലെത്തുന്ന സന്ദർശകർക്ക് കൗതുകമായി കൂറ്റൻ ക്രിസ്മസ് ട്രീ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വർഷത്തെ ഫെസ്റ്റീവ് സീസണിന്റെ ആഘോഷങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജിൽ തുടക്കമായിരിക്കുകയാണ്. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആഘോഷ കാഴ്ചകളാണ് ഇനി ഗ്ലോബൽ വില്ലേജിലെത്തുന്ന സന്ദർശകരെ വിസ്മയിപ്പിക്കുക. 21 മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ആഘോഷ കാഴ്ചകളിലെ പ്രധാന ആകർഷണം. ട്രീ ലൈറ്റിംഗ് ചടങ്ങുകൾ ഗ്ലോബൽ വില്ലേജിൽ നടന്നു. കുട്ടികളും മുതിർന്നവരുമായി നിരവധി ആളുകൾ പരിപാടിയുടെ ഭാഗമായി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്നും മനസ്സു നിറഞ്ഞ് ആസ്വദിക്കുന്നുണ്ടെന്നും സന്ദർശകരും പറഞ്ഞു. This is the most exciting part that we get to see the entire world and the themes of the world in one place. Very good. I think it's amazing. Our kid is 3-year-old but he's having fun. He gets to see so many cultures, which is great. അലങ്കാര വിളക്കുകളും ഗിഫ്റ്റ് ബോക്സുകളും കൊണ്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീ കാണാനും സാന്റാക്ലോസിനും എൽസുകൾക്കുമൊപ്പം നൃത്തം ചവിട്ടാനും ചിത്രങ്ങൾ എടുക്കാനും അവസരമുണ്ട്. ജനുവരി 4 വരെ ഫെസ്റ്റീവ് സീസണോടനുബന്ധിച്ചുള്ള ഈ ഒരുക്കങ്ങളും കലാപരിപാടികളും തുടരും. അവധിക്കാലം കൂടിയായതോടെ ആഘോഷത്തിന് നിറം പകരാൻ സന്ദർശകരും നിരവധിയാണ്. 24 ദുബായ്. പാർലമെന്റിൽ അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ചതിന്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ലളിത് ഷാ പോലീസിന് മുന്നിൽ കീഴടങ്ങി. പശ്ചിമബംഗാൾ സ്വദേശിയായ ലളിത് ഷാ ഡൽഹി പോലീസിന് മുന്നിലാണ് കീഴടങ്ങിയത്. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച പാർലമെന്റ് അംഗങ്ങൾക്കെതിരെ കൂട്ട നടപടി. കേരളത്തിൽ നിന്നുള്ള 6 കോൺഗ്രസ് എംപിമാരടക്കം 14 പേർക്കാണ് ഇരു സഭകളിലുമായ സസ്പെൻഷൻ. സഭയിൽ ഇല്ലാതിരുന്ന ഒരു എംപിയെ സസ്പെൻഡ് ചെയ്തത് വിവാദമായതോടെ നടപടി പിന്നീട് പിൻവലിച്ചു. സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിശദീകരണം നൽകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപായി യോഗം ചേർന്ന പ്രതിപക്ഷ പാർട്ടികൾ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ മറുപടി നൽകാതെ മറ്റു നടപടികൾ അനുവദിക്കില്ലെന്ന നിലപാടോടെയാണ് ഇരുസഭകളിലും എത്തിയത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഇരുസഭകളിലെയും അധ്യക്ഷന്മാർ തള്ളി. സമാന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അനാവശ്യമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞു. जिनको भी हम पास देते हैं ऐसे व्यक्ति को पास न दिया जाए जो जाकर इस प्रकार की अराजक स्थिति संसद भवन के अंदर पैदा कर दे। यह हम सभी को केवल सत्ता पक्ष ही नहीं बल्कि दूसरे पक्ष के लोगों को भी यह सावधानी बरतने की जरूरत है. പ്രതിരോധ മന്ത്രിയല്ല സഭാ നേതാവായ പ്രധാനമന്ത്രിയാണ് മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു. ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് സഭയിലെ സുരക്ഷാ ചുമതലയെന്നും തനിക്കാണ് ഉത്തരവാദിത്തമെന്നുമുള്ള സ്പീക്കറുടെ വിശദീകരണവും പ്രതിപക്ഷം തള്ളി. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച TN പ്രതാപൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, രമ്യ ഹരിദാസ്, ബെന്നി ബെഹന്നാൻ, VK ശ്രീകണ്ഠൻ എന്നിവരടക്കം 14 അംഗങ്ങളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സസ്പെൻഡ് ചെയ്തു. രാജ്യസഭയിൽ കടുത്ത വാക്കുകളുമായാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പ്രതിപക്ഷത്തെ നേരിട്ടത്. Mr. Derek O'Brien to leave the house immediately.
അവകാശ ലംഘനം നടത്തിയെന്നാരോപിച്ച് രാജ്യസഭാ അധ്യക്ഷൻ തൃണമൂൽ അംഗം ഡെറിക് ഒബ്രിയാനെ സസ്പെൻഡ് ചെയ്തു. ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തവരുടെ കൂട്ടത്തിൽ സഭയിലില്ലാതിരുന്ന DMK MP SR പാർത്ഥിബനും ഉൾപ്പെട്ടത് വിവാദത്തിന് ആക്കം കൂട്ടി. പാർത്ഥിബന്റെ സസ്പെൻഷൻ പിന്നീട് പിൻവലിച്ചു. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മന്ത്രിമാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയം ഗൗരവമുള്ളതാണെന്നും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശിച്ചു. 24 ഡൽഹി. പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റിന്റെ സുരക്ഷ സ്പീക്കറുടെ അധികാര പരിധിയിലാണ്. സ്പീക്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉന്നതതല അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ആജ് തക് ചാനലിന്റെ പരിപാടിയിൽ അമിത്ഷാ കുറ്റപ്പെടുത്തി. देखिए, ये बड़ा गंभीर मसला है और लोकसभा अध्यक्ष जी ने इसका गंभीर संज्ञान लिया है. विपक्ष इस पर राजनीति कर रहा है. मैं ऐसा नहीं कह रहा कि इसमें कहीं ना कहीं कोई चूक नहीं हुई. चूक निश्चित हुई, तभी तो घटना हुई है, परंतु इस पर राजनीति करे. सबको मालूम है कि पार्लियामेंट सिक्योरिटी लोकसभा अध्यक्ष के तहत रहती है. अध्यक्ष जी ने भारत सरकार के गृह मंत्रालय को एक पत्र लिखा है. हमने एक कमेटी बनाई है. देश के सीनियर मोस्ट DGP में से एक DGP के नेतृत्व में एक कमेटी बनी है और उसमें ढेर सारी एजेंसियों के सदस्य भी है. कुछ ही दिनों में इसकी रिपोर्ट अध्यक्ष जी के पास जाएगी और मुझे लगता है अध्यक्ष जी ही इसको प्रकाशित करे ज्यादा उचित है. പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികളുടെ ഭീകരവാദ ബന്ധം തള്ളാതെ ഡൽഹി പോലീസ്. പ്രധാനമന്ത്രിയെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന ലഘുലേഖകൾ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തതായി പോലീസ് കോടതിയിൽ അറിയിച്ചു. 4 പ്രതികളെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 15 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പ്രതികൾ പദ്ധതിയിട്ടത് ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യത്തിനാണെന്ന് ഡൽഹി പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതികളുടെ ഭീകരവാദ ബന്ധം പരിശോധിക്കണമെന്നും വിദേശ ബന്ധമുണ്ടോവെന്ന് അന്വേഷിക്കണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പ്രധാനമന്ത്രിയെ കാണാനില്ലെന്നും കണ്ടെത്തുന്നവർക്ക് സ്വിസ് ബാങ്കിൽ നിന്ന് പണം നൽകുമെന്നുമുള്ള ലഘുലേഖകൾ പ്രതികൾ കൈവശം വെച്ചിരുന്നു. അതിക്രമക്കേസ് കൃത്യമായ ആസൂത്രണത്തോടെ എന്നാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് സംഘത്തിലെ 6 പേരും പരിചയപ്പെട്ടതും ആസൂത്രണം ചെയ്തതും. ഭഗത് സിംഗ് ഫാൻ ക്ലബ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ് 6 പേരും. 1.5 വർഷം മുൻപ് മൈസൂരുവിൽ ഇവർ കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 10-ന് ഡൽഹിയിലെത്തിയ 6 പേരും ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വെച്ച് കണ്ടുവെന്നും പോലീസ് കണ്ടെത്തി. ഇവിടെ നിന്നാണ് അമോൾ ഷിൻഡെ കൊണ്ടുവന്ന പുകശല്യകൾ കൈമാറിയത്. പാർലമെന്റിനകത്ത് അതിക്രമം നടത്തിയ മനോരഞ്ജൻ മുൻപും സഭ സന്ദർശിച്ചിരുന്നു. മൈസൂരു സ്വദേശിയായ മനോരഞ്ജൻ BJP MPയുടെ പാസ് ഉപയോഗിച്ച് തന്നെയാണ് നേരത്തെയും സഭയിൽ എത്തിയത് എന്നാണ് വിവരം. വിക്കി ശർമ്മയുടെ ഗുരുഗ്രാമിലെ വീട്ടിലും പ്രതികൾ താമസിച്ചിരുന്നു. ഭീകരവാദ ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 ഡൽഹി. വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിന് ഇതോ നീതി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി അർജുൻ കുറ്റക്കാരനല്ലെന്ന് കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി. ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെ പ്രതിക്കെതിരെ ചുമത്തിയ ഒരു വകുപ്പുകളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. വിധി കേട്ട പെൺകുട്ടിയുടെ കുടുംബം അതിവൈകാരികമായാണ് കോടതി പരിസരത്ത് പ്രതികരിച്ചത്. പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ചിലർ ശ്രമിച്ചത് പോലീസ് ഇടപെട്ട് തടഞ്ഞു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ പോലീസ് മേധാവി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. പോലീസും പ്രോസിക്യൂഷനും കണ്ടെത്തിയ തെളിവുകൾ അർജുൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കോടതിക്ക് പര്യാപ്തമായിരുന്നില്ല. ഒറ്റവരിയിൽ വിധി പ്രസ്താവം. അർജുനെ കോടതി വെറുതെ വിട്ടു. നീതിന്യായ വ്യവസ്ഥയെ പ്രതി വിലക്കെടുത്തുവെന്ന് 6 വയസ്സുകാരിയുടെ അമ്മയുടെ വൈകാരികമായ പ്രതികരണം. വിശ്വാസമില്ല. 100 കണക്കിന് പോലീസ് വന്ന എന്റെ കുഞ്ഞിനെ കൊന്നവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇപ്പൊ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് അവനെ വെറുതെ വിട്ടിട്ടുണ്ട്. ഈ ജഡ്ജി കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അതാ സത്യം. ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഹാജരാക്കിയിരുന്നുവെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. DNA പരിശോധനയ്ക്ക് ആവശ്യമായ ബീജ സാമ്പിൾ ലഭിച്ചില്ല എന്നത് മാത്രമാണ് ന്യൂനത ഉണ്ടായിരുന്നതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് ലഭ്യമായ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കിയിരുന്നു. DNA പ്രൊഫൈലിങ്ങിന് ഇത് സാമ്പിൾ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് കാണിക്കാവുന്ന രീതിയിലുള്ള ആവശ്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു. മാക്സിമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചാണ് കൊടുത്തത്.
ബാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനമാണല്ലോ. എല്ലാ തെളിവുകളെല്ലാം ഘട്ടത്തിൽ നമുക്ക് അത്തരം തെളിവുകൾ ലഭിച്ചിരുന്നവർക്ക് ബഹുമാനപ്പെട്ട കോടതി ഹാജരാക്കിയതാണ്. നീതി നടപ്പായി എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണം. കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനായി പുനരന്വേഷണം ആവശ്യപ്പെടുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ? യഥാർത്ഥ പ്രതി എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ. ഞങ്ങളിതിൽ റീഇൻവെസ്റ്റിഗേഷൻ മറ്റുകാരണം ഞങ്ങൾ മുന്നോട്ട് പോകും. പിച്ചി ചീന്തി കൊല ചെയ്യപ്പെട്ട ഒരു 6 വയസ്സുകാരിയുടെ നീതി നിഷേധത്തിന്റെ നിലവിളി ശബ്ദമാണ് ഇന്ന് ഈ കോടതി പരിസരത്ത് ഉയർന്നത്. ആ കുട്ടിക്ക് നീതി ലഭിച്ചേ മതിയാകൂ. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണ സംഘത്തിന് കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിയെ വെറുതെ വിട്ട വിധി പ്രസ്താവത്തിലാണ് പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ളത്. കുട്ടിയുടേത് കൊലപാതകം തന്നെയാണെന്നും പീഡനം നടന്നിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കുന്ന കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയകരമാണെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നു. 6 വയസ്സുകാരിയുടെ മരണമറിഞ്ഞിട്ടും സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള സംഭവസ്ഥലത്തേക്ക് വണ്ടിപ്പെരിയാർ SHO എത്തിയത് 2ാം ദിവസമാണ്. അവിടെ തുടങ്ങുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പോലീസിന്റെയും വീഴ്ചകൾ. കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സ്ഥലത്തു നിന്നുള്ള രക്തം, മലം, മൂത്രം എന്നിവ സുപ്രധാന ഘടകങ്ങളാണെങ്കിലും അന്വേഷണ രേഖകളിൽ അവ ഇടം പിടിച്ചില്ല. കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് വിരലടയാളം ശേഖരിച്ചില്ല. കുട്ടിയെ കെട്ടിത്തൂക്കിയ തുണിയെടുത്ത അലമാര അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല. കൊലപാതകം നടന്ന മുറിയിലെ തെളിവുകൾ അലക്ഷ്യമായാണ് പോലീസ് കൈകാര്യം ചെയ്തത്. സുപ്രധാന തെളിവുകളായ തോർത്തും കത്തിയും ബെഡ്ഷീറ്റും സീൽ ചെയ്ത് സൂക്ഷിച്ചില്ല. മാത്രമല്ല, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷിയുടെ മൊഴിയിലെ പൊരുത്തക്കേട് വിശദീകരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെയും കോടതി ചോദ്യം ചെയ്യുന്നു. ഫിംഗർ പ്രിന്റുകൾ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് വിരലടയാള വിദഗ്ധർ പറഞ്ഞുവെന്ന ന്യായമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിരത്തിയത്. കേസിൽ പ്രതി കുറ്റവിമുക്തനായതോടെ പോലീസ് കടുത്ത പ്രതിരോധത്തിലാണ്. ഇതിനിടെയാണ് കോടതിയുടെ രൂക്ഷ വിമർശനം. 24 ഇടുക്കി. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി 6 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധിയോട് ഞെട്ടലോടെയാണ് കേരളം പ്രതികരിച്ചത്. പ്രോസിക്യൂഷന് വലിയ വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിന് സർക്കാരും മറുപടി പറയേണ്ടി വരും. ആവശ്യമായ നിയമസഹായം കുടുംബത്തിന് നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണനും പറഞ്ഞു. പോലീസ് ഒത്തുകളിച്ചുവെന്നായിരുന്നു ഡീൻ കുര്യാക്കോസ് MPയുടെ ആരോപണം. കൃത്യമായ തെളിവുകളുണ്ടെന്ന് പോലീസ് ആവർത്തിച്ച കേസിൽ അപ്രതീക്ഷിത വിധിയാണ് ഉണ്ടായത്. വിധി പരിശോധിച്ച് കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം സർക്കാർ നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം, എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിന് എന്തെങ്കിലും മറ്റു രീതിയിലുള്ള സഹായം വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഗവൺമെന്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യും. പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. വലിയ ഒരു വീഴ്ച തന്നെയാണ് ഇത്തരമൊരു പ്രമാദമായ ഒരു കേസിനകത്ത് പ്രതിയെ വെറുതെ വിടുന്നത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മീഷന്റെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ടും വളരെയേറെ പ്രയാസമുണ്ടാക്കിയ ഒരു വിധി തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരമ്മയുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളി മുഖ്യമന്ത്രിയും സർക്കാരും കേൾക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവായ പ്രതിയെ രക്ഷിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചെന്ന് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. നടന്ന അന്വേഷണങ്ങളും തെളിവ് ശേഖരിക്കലുകളും ഒക്കെ തന്നെ പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പോലീസുമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം, ആ ഒരു ഒത്തുചേരലിലൂടെയാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടത് എന്ന് ഈ ഘട്ടത്തിൽ ആരോപിക്കുകയാണ്. പോലീസിനെതിരായ വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളിപ്പോഴും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം മുഴുവൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും 100% ശരിയാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ പരിശോധിക്കുന്നത് ഞങ്ങളാരും എതിരല്ല. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഡീൻ കുര്യാക്കോസിന്റെ ആരോപണം തള്ളി. വിധി ഞെട്ടലുളവാക്കുന്നതും സംശയം ജനിപ്പിക്കുന്നതുമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീം കുമാർ പറഞ്ഞു. ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ പ്രതിയുടെ അഭിഭാഷകനും പ്രതിയുടെ കുടുംബാംഗങ്ങളും പ്രതിയെ വെറുതെ വിടുമെന്നുള്ള പ്രചരണം സംഘടിപ്പിച്ചിരുന്നു. ആ ഇന്നത്തെ വിധിയും അവരുടെ സംസാരവും കുട്ടി വായിക്കുമ്പോൾ വളരെയേറെ ദുരൂഹതയാണ് ഈ വിധിയിൽ ഉണ്ടായതായിട്ട് തോന്നുന്നത്. ജുഡീഷ്യറിക്കും നാടിനും നാണക്കേടുണ്ടാക്കിയ വിധിയെന്നാണ് CPI നേതാവ് KK ശിവരാമന്റെ വിമർശനം. 24 ഇടുക്കി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കോൺഗ്രസും CPIM-ഉം CPI-യും BJP-യും വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ പോലീസിനു നേരെ തീപ്പന്തമെറിഞ്ഞു. പ്രവർത്തകർ പിന്നീട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതിക്ക് അനുകൂലമായി പോലീസ് ഇടപെട്ടു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് CPIM പ്രതിഷേധ മാർച്ച് നടത്തിയത്.
ശബരിമല തീർത്ഥാടന ക്രമീകരണത്തിൽ വീണ്ടും ഇടപെട്ട് ഹൈക്കോടതി. സന്നിധാനത്തും ഇടത്താവളങ്ങളിലും ഹോട്ടലുകളിൽ വിലവിവര പട്ടികയും ശുചിത്വവും ഉറപ്പുവരുത്തണം. തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച് ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ശബരിമലയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ ശബരിമലയിൽ ഭക്തർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് 300 പരാതികൾ രജിസ്ട്രാർക്ക് ലഭിച്ചുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിലയ്ക്കലിലെയും പമ്പയിലെയും CCTV ദൃശ്യങ്ങൾ സ്പെഷ്യൽ ഓഫീസർമാർ കൃത്യമായി പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എരുമേലിയിൽ പാർക്കിംഗ് ഫീസ് അധികമായി ഈടാക്കുന്നുവെന്നും ഇത് നിയന്ത്രിക്കണമെന്നും കോടതി പറഞ്ഞു. സന്നിധാനം, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നിലയ്ക്കൽ, കടമല, നിലയ്ക്കൽ, ലാഹ സെക്ടറിലെ മൊബൈൽ വെഹിക്കിൾ യൂണിറ്റുകളുടെ എണ്ണം കൂട്ടി. നിലയ്ക്കലിൽ പാർക്കിങ്ങിനായി അധികം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഹോട്ടലുകളിലെ വിലവിവര പട്ടിക, ശുചിത്വം എന്നിവ കൃത്യമാണെന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ശബരിമലയിൽ ഇന്നും തിരക്ക് നിയന്ത്രണ വിധേയം. ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സന്നിധാനത്തെത്തിയ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭക്തരുടെ വിശ്വാസത്തെ കരുവാക്കി നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസും BJPയും ശ്രമിക്കുകയാണെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ. ഭക്തരുടെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സെൻട്രൽ ഫോറസ്റ്റിൻ്റെ ഒരു തടസ്സങ്ങളുണ്ട്. അത് മാറ്റിത്തരണം. കൂടുതൽ സ്ഥലം നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് അനുവദിച്ചു തരികയാണെങ്കിൽ നമുക്കിവിടെ കൂടുതൽ സംവിധാനം കൊടുക്കാം. വിശ്വാസം അനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ. ഇത് വിശ്വാസമാണെന്ന് പറയാൻ പറ്റുമോ? കാണിക്ക കൊടുക്കരുത്, ഭക്തർ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഭക്തരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.